ബി.ജെ.പിക്കും കോൺഗ്രസിനും ഒരേ സ്വരം പറയാനുള്ളത്. ആ ശബരിമല 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 ആരാണ് ശബരിമലയിൽ സ്വർണം കട്ടതെന്നും കൊടിമരത്തിന്റെ മുകളിലിരുന്ന വായുവാഹനം വരെ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്നും ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നവരും തിരഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെറ്റായി ധരിപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങളോട് UDF-ഉം ബി.ജെ.പിയും ഒരേ സ്വരത്തിൽ മാപ്പ് പറയേണ്ട സമയമായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു ജനങ്ങളോട് പറഞ്ഞത് ഈ നാടിന്റെ പുരോഗതിയെക്കുറിച്ചാണ്. ജനക്ഷേമപരമായി തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിച്ചതിന്റെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. അതായത് നമ്മൾ ക്ഷേമ പെൻഷനുള്ള വർധനവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ഗ്രാമപ്രദേശത്തും വന്നുള്ള വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത്. നാടിന്റെ നന്മയെക്കുറിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യം പറഞ്ഞത്. പക്ഷെ മുന്നണി പറഞ്ഞത്. പക്ഷെ അത് കേൾക്കാൻ ആളുണ്ടായില്ല. അവിടെ മതവികാരം എവിടെയും ഏത് രാജ്യത്തും ഏത് ജനാധിപത്യത്തിലും ഏത് ഫാസിസത്തിലും അഴിച്ചുവിടാൻ കഴിയുന്ന ഒരു സാധനമാണ് മതവികാരം. ആ മതവികാരത്തെ ഉണർത്തിവിട്ട് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തമ്മിലടിപ്പിച്ചും വിയോജിപ്പിച്ചു നിർത്തിയും ഒക്കെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഈ രണ്ട് കക്ഷികൾക്കുള്ളൂ. നമ്മളിവിടെ തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തി എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വന്ന ആളാണ്, പഠിക്കാൻ വേണ്ടി, സ്കൂളിൽ ചേരാൻ വേണ്ടി. ഞാൻ ഇത്രയും വികസനം തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലുണ്ടായത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം കൊണ്ടുവന്ന പദ്ധതിയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരം അങ്ങ് കവടിയാർ അങ്ങ് പേരൂർക്കട മുതൽ ഇങ്ങോട്ട് വികസിച്ചത്. അനേകം ഡ്രെയിനേജ് വർക്കുകൾ, അവിടെ ഒന്നും ഡ്രെയിനേജ് ഉണ്ടായിരുന്നില്ല. അമ്പലമുക്ക് പേരൂർക്കട ഭാഗത്തൊന്നും അവിടെയെല്ലാം ഡ്രെയിനേജ് വന്നു. ഇവിടെ MLA ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് കാണാം. അവിടെയെല്ലാം പൈപ്പ് ലൈനുകൾ ഇല്ലാത്തടത്തെല്ലാം പൈപ്പ് ലൈൻ വന്നു, നല്ല റോഡുകൾ വന്നു. ഇതെല്ലാം വന്നത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരും എന്ന് പറഞ്ഞു വന്നിരിക്കുക. ഇപ്പൊ ശരിയാക്കും, കുതിരവട്ടം പപ്പു ശരിയാക്കിയതുപോലെ ഇപ്പൊ ശരിയാക്കും എന്നാണ്. ഒന്നും ശരിയാവത്തില്ല. ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഇതെടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും കേൾക്കാം. ഒന്നും തിരുവനന്തപുരം സിറ്റിയിൽ നടക്കാൻ പോകുന്നില്ല. കാരണം കിട്ടിയ പഞ്ചായത്തുകളൊന്നും നടന്നിട്ടില്ല. നിയമം അസംബ്ലി മണ്ഡലം കിട്ടിയിട്ട് ഒന്നും നടന്നില്ല. ശിവൻകുട്ടിയേട്ടന്റെ മണ്ഡലമാണ്. അവിടെ ഒന്നും നടക്കാത്തതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ എന്തെങ്കിലും വികസനം നടന്നോ ആ കാലഘട്ടങ്ങളിൽ? ഈ സംസ്ഥാനത്ത് കിഫ്ബി വന്ന വർഷങ്ങളാണ്. ആ മന്ത്രിസഭയുടെ കാലത്താണ് കിഫ്ബി വരുന്നതും എല്ലാ സ്ഥലത്തും. അതിനോടനുബന്ധമായി സർക്കാർ പ്രഖ്യാപിച്ച വികസനമല്ലാതെ മറ്റൊരു വികസന പ്രവർത്തനവും കേന്ദ്ര ഗവൺമെന്റിന്റെ യാതൊരു സഹായവും ഈ തിരുവനന്തപുരം ജില്ലയിലേക്കോ തിരുവനന്തപുരം നഗരത്തിലേക്കോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നഗരവികസന പദ്ധതിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, നേരത്തെ ആവർത്തിക്കുന്നില്ല. നഗരവികസന പദ്ധതിയിൽ 500 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ 500 കോടി രൂപയും പിന്നെ 183 കോടി രൂപ കോർപ്പറേഷനായും ചെലവഴിച്ചത് സംസ്ഥാന ഖജനാവിൽ നിന്നാണ്. അപ്പൊ ആരാണ് കൂടുതൽ ചെലവഴിച്ചത്? പള്ളിക്കുടുത്തി പോയവർക്ക് മനസ്സിലാവുമല്ലോ, കണക്കറിയാവുന്നവർക്ക് മനസ്സിലാവുമല്ലോ. കൂടുതൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഇപ്പൊ ജലജീവൻ മിഷൻ പദ്ധതി, ജലജീവൻ പദ്ധതിയിൽ 75 ഏതാണ്ട് 35% മാത്രമേ കേന്ദ്രത്തിനുള്ളൂ. ബാക്കി മുഴുവൻ, അതായത് സാധാരണക്കാരായ പൗരന്മാരിൽ നിന്ന് സ്വീകരിക്കേണ്ട ബെനിഫിഷ്യറി ബെനിഫിറ്റ് വരെ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. വേറെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല. എന്നിട്ട് ഈ 35% തരാനോ അതൊട്ട് തരുന്നുമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഒരു വർഷമായിട്ട് അത് കൊടുക്കുന്നില്ല. അപ്പൊ ഈ പദ്ധതി എങ്ങനെ നടന്നു? സംസ്ഥാന സർക്കാർ ഇപ്പൊ കൊടുക്കാൻ റോഡുകൾ നശിച്ചു. വീണ്ടും നബാർഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം പല റോഡുകളും വെട്ടിപ്പൊളിച്ചു, അത് മൂടണ്ടേ? അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ നബാർഡിൽ നിന്ന് 5000 കോടി രൂപ ലോൺ എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലെ പല റോഡുകളും പൈപ്പിട്ടു, അത് തല്ലിപ്പൊട്ടിച്ചു, അത് പൊട്ടിക്കേണ്ടി വന്നു. അത് നികത്താൻ പണമില്ല. 5000 കോടി രൂപ സംസ്ഥാന സർക്കാർ നബാർഡിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നു. അതാണ് കൊടുക്കുന്നത് ബില്ല് മാറാൻ. ഇപ്പൊ വന്ന കോൺട്രാക്ടർക്ക് ബില്ല് മാറി കൊടുക്കണ്ടേ? ഇതെടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ജലജീവൻ മിഷൻ ഈ ഒരു വർഷമായി തരാനുള്ള 35% കോടിക്കണക്കിന് രൂപ റിലീസ് ചെയ്തില്ല. കാരണം പണി പൂർത്തിയായി. എന്റെ നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തുകളിലും പണി പൂർത്തിയായി. പക്ഷെ ബില്ല് കൊടുക്കാൻ നിവർത്തിയില്ല. കാരണം അവർ പൈസ തരണ്ടേ? ആ പൈസയും സംസ്ഥാന ധനകാര്യമന്ത്രി കണ്ടെത്തണം, സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തണം. ഇങ്ങനെ ഒരു അവഗണനയുണ്ടോ? തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇനിയിപ്പോ മുറുക്കും. ഇനിയിപ്പോ ഇറങ്ങിയിട്ടുണ്ട്, ഇനി എയിംസ് വരും. അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാണ്. എന്നാലും തെങ്കാശി ആയാലും മതി എന്നായി അവസാനം തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ, വലിയ പ്രശ്നമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂര് കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാ പറയുന്നത്. ഒളിമ്പിക്സ് ഏഷ്യാഡൊന്നും അല്ല, അവിടെ പോയി ഒളിമ്പിക്സ്. എന്തൊക്കെ കേൾക്കണം നമ്മളിപ്പോ. എന്ത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും വാഗ്ദാനം കൊടുക്കുക, പ്രകടന പത്രിക. പണ്ട് പ്രകടന പത്രിക ഒരു തമാശയായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെയും 2ാം പിണറായി സർക്കാരിന്റെയും പ്രകടന പത്രിക മാത്രമാണ്
ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പുമായി ഇറക്കിയ പുസ്തകത്തിൽ 99% 100% കാര്യങ്ങളും സാധിച്ചത് ഈ രണ്ട് പ്രകടന പത്രിക എടുത്ത് പരിശോധിക്കാം. ഒന്നാം പിണറായി സർക്കാരിനെ വരുന്നതിന് മുമ്പ് ഇറക്കിയ പ്രകടന പത്രിക, രണ്ടാം പിണറായി സർക്കാരിന് ഇടയ്ക്കിയ പ്രകടന പത്രിക, ഇപ്പം നിലവിലുള്ളത്. അതിൽ 98% കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത രണ്ട് പ്രകടന പത്രികയെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യത്തിൽ കണ്ടിട്ടുള്ളൂ. അതിനുമുമ്പ് ഈ പ്രകടന പത്രിക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കോമഡിയില്ലേ നമ്മളെ സംബന്ധിച്ച്. ഇലക്ഷൻ വന്ന പ്രകടന പത്രിക ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോവാത്ത കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പുഴുവടിച്ചിട്ടുണ്ട് എന്നുള്ള കളിയാക്കിയ ആളുകൾ പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് മാറിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സ്കൂളുകൾ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടാൻ പോയ UDF അവരുടെ MLA-മാരുടെ മണ്ഡലത്തിൽ ഇഷ്ടം പോലെ സ്കൂളുകൾ ഈ സർക്കാർ അനുവദിച്ചു കൊടുത്തു. നബാർഡിന്റെ കെട്ടിടങ്ങൾ, അല്ലാതെ പ്ലാൻ ഫണ്ടിൽ നിന്ന കെട്ടിടങ്ങളെല്ലാം ഉപയോഗിച്ച് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏറ്റവും കുറഞ്ഞത് 10-15 സ്കൂളെങ്കിലും നവീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഇവിടത്തെ പ്രസംഗിക്കുമ്പോൾ പറയുകയുണ്ടായി, ബിനോയ് വിശ്വം അദ്ദേഹം സൂചിപ്പിച്ചു, മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ചു, പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ കാര്യം എടുക്കാം. ഒരു കാര്യം ഒരുപാട് വേണ്ട, ഒരു കലത്തിലിരിക്കുന്ന ചോറ് വെന്തോന്നറിയാൻ അത് മുഴുവനോടെ വാരിയിട്ട് ഞെക്കണ്ട. 2 എടുത്ത് 2-3 എടുത്ത് ഞെക്കി നോക്കിയാൽ മതി. ഒരെണ്ണം എടുത്ത് ഞെക്കാം. അതായത് ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം ഒരു കണക്കെടുക്കണം. ഇവിടെ UDF ഗവൺമെന്റിന്റെ കാലത്ത് അതിന് മുമ്പ് ഏതെങ്കിലും ഗവൺമെന്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ അമേരിക്കയിൽ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ അമേരിക്കയിൽ അയച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇംഗ്ലണ്ടിൽ അയച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? ജർമ്മനിയിൽ അയച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് ലോകത്തെ 500 ആദ്യത്തെ 500 എണ്ണത്തിൽ പെടുന്ന ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും ആ ഓരോ കുട്ടികൾക്കും 25 ലക്ഷം രൂപ കൊടുത്ത് ഏതാണ്ട് 500-600-ലധികം കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ത്യക്ക് പുറത്തെ പട്ടികജാതി പട്ടികവർഗ കുടുംബത്തിൽ സമൂഹത്തിൽ ദളിതരായി മാറ്റി നിർത്തിയിരുന്ന പാവപ്പെട്ടവരുടെ മക്കളെ 600-ലധികം കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്ത്യക്ക് പുറത്തു കൊണ്ടുപോയി ഏറ്റവും ഉയർന്ന ഡിഗ്രി എടുക്കാൻ, അതായത് ലോകത്തെ 500 യൂണിവേഴ്സിറ്റികൾ, ആദ്യത്തെ 500 യൂണിവേഴ്സിറ്റികൾ, അതിന്റെ ധാരാളം കൊടുക്കൂല, ആ 500 യൂണിവേഴ്സിറ്റികളുള്ളിൽ കടന്നു കയറാൻ കഴിയുന്ന മിടുക്കന്മാരും മിടുക്കരുമായ കുഞ്ഞുങ്ങളെ വിദേശത്തെത്തിച്ച് പഠിപ്പിക്കാൻ ഈ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞു. 1-2 പിണറായി സർക്കാരിന് കഴിഞ്ഞു എന്ന അഭിമാനത്തോടെ വേണം നമ്മളിരിക്കാൻ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ആരും ഭയന്നൊന്നും ഇരിക്കണ്ട. പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങനെ ഒഴുക്കുകളൊക്കെ ഉണ്ടാവും. അത് പണ്ടും സംഭവിച്ചുകൊണ്ട് ഇനിയും സംഭവിക്കും. ഞാൻ പറയാറുണ്ട്, എന്റെ അച്ഛൻ പറയാറുണ്ട്, ചിലപ്പോൾ അദ്ദേഹം മരിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, എടാ ഇലക്ഷൻ അല്ലയോ, അവസാനത്തെ 7-30 ദിവസം കുറച്ച് കാര്യം വരും, അതാണ് ഇലക്ഷന്റെ റിസൾട്ട്, അല്ലാതെ ഇതൊന്നും നേരത്തെ ഉള്ളതല്ല. അവസാനം പറയും ശബരിമല. ഞാൻ ആലോചിച്ചു, എല്ലായിടത്തും പ്രചരണത്തിന് പോകുമ്പോൾ ഒറ്റ അനൗൺസ്മെന്റേ ഉള്ളൂ UDF-നും BJP-ക്കും, ശബരിമലയിലെ കെട്ടളാണല്ല. പിന്നെ തന്ത്രിയെ കയറ്റി എന്നുള്ള പാട് സോണിയാഗാന്ധി മാത്രമേ ഇനി പാടാൻ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും പാടി. സോണിയാഗാന്ധി പാടിയെന്ന് തോന്നിയില്ല, കേട്ടില്ല. ആ പാട്ടിന്റെ ഫലം ഇപ്പൊ കണ്ടല്ലോ. പാട്ട് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിന്റെ ഫലം, പോറ്റിയെ കയറ്റിയതാര്? മന്ത്രിയല്ല തന്ത്രിയാം എന്ന് തെളിഞ്ഞു. നമ്മളല്ല തെളിയിച്ചത്, ഹൈക്കോടതി നേതൃത്വം കൊടുക്കുന്ന അന്വേഷണ സംഘമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആളെ പറ്റിക്കാൻ ഉപയോഗിക്കുക. ഇത് ഹിറ്റ്ലറുടെ കാലത്തെ പോലെ ബീബൽസിന്റെ തന്ത്രം എന്ന് പറയും. അത് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേരളത്തിൽ പയറ്റുന്ന ഒരടവാണ്. അത് ഒരു കള്ളം അങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഇത് സത്യമല്ലയോ എന്ന് മനുഷ്യന് തോന്നുക. നമ്മൾ വേണ്ടതുപോലെ കള്ളം പ്രചരിപ്പിക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട്. സത്യം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പരാതി എനിക്കുണ്ട്. കാരണം നമ്മൾ സ്കൂൾ വെച്ചില്ലേ, നമ്മൾ റോഡ് ഉണ്ടാക്കിയില്ലേ, നമ്മൾ ക്ഷേമ പെൻഷൻ കൂട്ടി കൊടുത്തില്ലേ, ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താ? നമുക്ക് പറയാൻ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് എളുപ്പം. അതാണ് നമുക്ക് എളുപ്പം. ഏതാണ്? അതുകൊണ്ട് നമ്മൾ നല്ല കാര്യം പറയുന്നു, അതുണ്ടാക്കി, നമ്മൾ ബസ് സ്റ്റാൻഡ് പണിഞ്ഞു, നമ്മൾ അത് ചെയ്തു, ഇത് ചെയ്തു, നമ്മളെ പട്ടികജാതിപ്പെട്ട കുഞ്ഞുങ്ങളെ വിദേശത്ത് അയച്ചു, ഇതൊക്കെ പറയുമ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. എന്താണ് ഓരോരുത്തർ കാണിക്കുന്ന വൃത്തികേടുകൾ? ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം, ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ടു പോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഉണ്ട്. നമ്മൾ ഇതൊന്നും കണ്ട് ഇളകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞില്ല, എന്റെ അച്ഛൻ മരിക്കും പറയായിരുന്നു 10-20 ദിവസത്തെ കാര്യമുള്ളൂ. ഇപ്പോൾ എന്താണെന്നുള്ളതാണ് സത്യം. ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയും കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട്, ജനങ്ങളോട്, കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനോടല്ല, കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത നമ്മൾ കാണണം. തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ, ഞാൻ രാജൻ മിനിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ സൂചിപ്പിക്കുക, അധികാരത്തിലെത്തി.
രഹസ്യധാരണ എന്താണെന്ന് എല്ലാവരും മനസ്സിലായിക്കൊണ്ട് ഈ ബസ് എന്ന് പറഞ്ഞൊരു സാധനം ആദ്യം തുടങ്ങി. ബസ്സിന്റെ കണക്ക് പറഞ്ഞ് ബസ് അങ്ങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട. കാരണം ബസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂല, നടുവൊടിഞ്ഞു പോകും. ഇത് KSRTC ഒരു കൂട്ടത്തിന്റെ ഗുണം നടത്തുകൊണ്ട് നടക്കുന്നതാണ്. ആ ബസ്സിന്റെ സംഭവം നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്ന ദിവസം 101 വാർഡുകളിലും ഈ ബസ്സുകൾ സൗജന്യമായി ഓടും എന്ന് അദ്ദേഹത്തോട് പ്രഖ്യാപിക്കാനുള്ള പരിപാടിയായിരുന്നു കരുതി വെച്ചിരുന്നത്. അതങ്ങ് പൊളിഞ്ഞു. അതായിരുന്നു പരിപാടി. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ട് 101 വാർഡിലേക്ക് സൗജന്യ ബസ് അനുവദിച്ചിരിക്കുന്നു. ഏതാ ഇതെടുത്ത് ഓടിക്കാനാ? ഇത് ഡീസൽ വണ്ടിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞവർക്ക് അവർ എടുത്തുകൊണ്ടാ പറയും, ഇത് എടുക്കാൻ പോലെ ഈ ഇലക്ട്രിക് കുറ്റിയാണ്. ഈ കുറ്റി ഇളകി വേറെ സ്ഥാപിക്കണമെങ്കിൽ ഒരു മിനിമം 3 മാസം എടുക്കും. അന്ന് സ്ഥാപിച്ചവന് ഇതുവരെ ബില്ല് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ആരെ ഇളക്കി അപ്പുറത്തോട്ട് വയ്ക്കുന്നേ? ഇത് മിനിമം ഇളക്കി അപ്പുറത്ത് വെക്കണമെങ്കിൽ 3 മാസം എടുക്കും. ടെൻഡർ വിളിച്ച് ആള് വന്ന് ട്രാൻസ്ഫോമർ വെച്ച് അങ്ങോട്ട്. ഡീസൽ വണ്ടിയാണ് എടുത്തുകൊണ്ട് അപ്പുറത്തെ പമ്പിൽ കയറി ഡീസൽ അടിക്കാം. അങ്ങനെ കെണിയിലാണ് വീണത്. അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. കാരണം എടുത്തുകൊണ്ട് പോയി അവർ നടത്താനൊക്കില്ല. ഇത് കടുത്ത നഷ്ടത്തിൽ പോലും സാധനമാണ്. ഇപ്പോഴാണെന്ന് പച്ച പിടിച്ചപ്പോൾ ആരാണ്ട് പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കൂടി ഈ വന്നാ ഭയങ്കര. ഇതെന്താണ് ഉദ്ദേശം? എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞ് പ്രഖ്യാപിപ്പിക്കുക, എന്നിട്ട് ഓടിക്കും. എന്നിട്ട് പറയേണ്ട KSRTCയും കേരള സർക്കാരും ഞാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സൗജന്യം കൊടുത്തില്ലേ എന്ന് പറയും. അതുകൊണ്ട് കേട്ടോ എയിംസ് കിട്ടിയതാണ്. എയിംസിന് സ്ഥലം എടുത്തിട്ടേക്കുക. മുഖ്യമന്ത്രി പറയുന്നത് എവിടെ ആയാലും ശരി എയിംസ് ഉണ്ട്, ആ സ്ഥലം ഇഷ്ടം പോലെ തരാമെന്ന് പറഞ്ഞത്. എത്ര 100 ഏക്കറോ 200 ഏക്കറോ എല്ലാം ഉണ്ട് കയ്യിൽ. പക്ഷെ എയിംസ് ഇനിയിപ്പോ എയിംസ് മാറിയിട്ട് അതുപോലത്തെ ആശുപത്രി നമ്മൾ തന്നെ തുടങ്ങേണ്ടി വരും. വീണ്ടും അധികാരത്തിലെത്തുന്ന ഇടതുമുന്നണി സർക്കാർ, മൂന്നാമതെത്തുന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു എയിംസ് തുല്യമായ ആശുപത്രി കേരളത്തിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ എവരുടെ പുറയിൽ ഇനി നമ്മൾ ഇതിനു വേണ്ടി പോകേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. നമ്മൾ ഇത്രയൊക്കെ നടത്തുന്നില്ല. ഈ ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുമ്പോഴും ഭരണപരമായ ഞെരുക്കമുണ്ടാക്കുമ്പോഴും അനാവശ്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോഴും ഒക്കെയും നമ്മൾ അതിനെയെല്ലാം നേരിടാനുള്ള കരുത്തുള്ള ഇടതുമുന്നണി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ. ജനങ്ങൾക്കതറിയാം, അവരോടത് പറയണം. ഈ പ്രതിസന്ധിയിലെല്ലാം ഈ നാടിനെ നയിക്കാൻ കരുത്തുറ്റ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടിക്കൊണ്ട് അത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കുറവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? നെല്ല് സംഭരിക്കാൻ പറഞ്ഞാൽ നെല്ല് സംഭരിച്ചു സമയത്ത് തന്നെ. കർഷകന്റെ നെല്ല് സംഭരിച്ചില്ല എന്ന് പറഞ്ഞു. പാലക്കാടും കൃത്യസമയത്ത് തന്നെ സംഭരിച്ചു. ക്ഷേമ പെൻഷനുകൾ പ്രഖ്യാപിച്ചതുപോലെ കൊടുത്തു. കുടിശ്ശിയെല്ലാം തീർത്തു കൊടുത്തു. എന്ത് കുറ്റമാണ് ഈ സർക്കാർ ചെയ്തത്? ആരാണ്ടൊരുത്തൻ ശബരിമലയിൽ നിന്ന് മോട്ടിച്ച് കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിടണം. നമുക്കെന്ത്? നമ്മുടെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. ആര് മോട്ടിച്ചാലും പിടിച്ച് ജയിലിടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അത് നിയമത്തിന്റെ വഴിക്കാണ് പോകുന്നത്. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുമെന്നൊരു സംശയം വല്ലതും ഉണ്ട്. ആരെയാണ് ഇവിടെ സഹായിച്ചത്? ആരെയാണ് ഈ സർക്കാർ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് സഹായിച്ചത്? ആരെയും സഹായിച്ചിട്ടില്ല. സർക്കാർ സുതാര്യമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. അഴിമതി ആരോപണങ്ങൾ നടത്തുന്നു. എന്തൊക്കെ അഴിമതി ആരോപണങ്ങൾ? ഈ റോഡിലിരിക്കുന്ന ഫൈൻ അടിക്കുന്ന ക്യാമറയെല്ലാം അഴിമതിയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവും കേസ് കൊടുത്തു. മുൻ പ്രതിപക്ഷ നേതാവും ഡ്യൂപ്ലിക്കേറ്റ് പ്രതിപക്ഷ നേതാവും കേസ് കൊടുത്തു. രണ്ടുപേരും 1 and 2. പ്രതിപക്ഷ നേതാവ് 1, പ്രതിപക്ഷ നേതാവ് 2. അങ്ങനെ 1 ഉം 2 ഉം കേസ് കൊടുത്തു. കോടതി കേസ് തള്ളിയിട്ട് പറഞ്ഞില്ല, അഴിമതി ഇല്ല, എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. വെറുതെ കൊടുക്കുക. പറഞ്ഞിട്ട് ഒരു വിശ്വാസം ആളുകൾക്ക് വരാത്തത് കൊണ്ട് എന്നാ കോടതി കൊടുത്തേക്കാൻ. ഹൈക്കോടതി പറഞ്ഞു സമയം മെനക്കെടുത്തെടുത്ത് പൊയ്ക്കുമെന്ന് പറഞ്ഞു. സമയം മെനക്കെടുത്തിയത് ഫൈൻ അടിച്ചില്ല എന്നുള്ളത് ഒഴിച്ചാൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഏത് ആരോപണമാണ്? ഇവിടെ പല ആരോപണവും പറഞ്ഞല്ലോ. ആരോ പണം വാങ്ങി എന്ന് പറയുന്നതല്ലാതെ ഇവിടെ അതൊന്ന് തെളിയിക്കൂ. ഈ 9 വർഷം പിന്നിടുന്ന ഈ സർക്കാർ ഈ 9 വർഷം പിന്നിടുമ്പോൾ ഇത്രയും ദിവസം ആരോപണം ഉന്നയിച്ചത് ഒരു ആരോപണം അടിസ്ഥാനപരമായി തെളിയിക്കാനോ അതിനനുസൃതമായ പേപ്പറുകൾ ഒരു കോടതി മുമ്പാകെ സമർപ്പിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? 2 ദിവസം ആഘോഷിക്കും. 2 ദിവസം ആഘോഷിച്ച് കഴിയുമ്പോൾ ഇന്നെ കാണാനില്ല. പരമാവധി ഒരാഴ്ച ആഘോഷിക്കും. ഈ ആഘോഷമല്ലാതെ നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം തുറന്നു പറയുന്നുണ്ടെന്ന് വരും. ചില മാധ്യമങ്ങൾക്ക് നമ്മളോട് നല്ല വിരോധമുണ്ട്. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഭരിക്കുന്നവനെതിരെ ചീത്ത പറഞ്ഞാലേ ആളുകൾ കാണത്തുള്ളൂ എന്നൊരു വികാരമുണ്ട്. ഞാൻ മീഡിയ രംഗത്ത് നന്നായിട്ട് അറിയാം. എപ്പോഴും ഭരണ സംവിധാനത്തിനെതിരെ പറയുന്നവർക്കാണ് കയ്യടി കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ ഭരണം കൊള്ളാം എന്ന് പറഞ്ഞാൽ ആരും കയ്യടിക്കത്തില്ല. ആരും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അത് ആരും ലൈക്ക് ചെയ്ത് മുമ്പോട്ട് വിടത്തില്ല. എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ എന്നാ പിടിച്ചോ, അവന്റെ കുറ്റം വന്നിട്ടുണ്ട്, ഒരു 10 പേർ കഴിക്കും, പറ്റുമെങ്കിൽ 100 പേർ കഴിക്കും. ഇത് മനുഷ്യ സഹജമായൊരു സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും കണ്ട് വിഷമിക്കേണ്ടതില്ല. പിന്നെ പഞ്ചായത്ത് ഇലക്ഷനെ ഓർത്ത് ആരും തളർന്നിരിക്കുകയും വേണ്ട. 10-20 ദിവസം മതി കാര്യങ്ങളൊക്കെ മാറി മറിയാൻ. സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ശബരിമലയുടെ പേരിൽ വോട്ട് പിടിച്ചവർ, ജാതിയുടെ പേരിൽ വോട്ട് പിടിച്ചവർ, വർഗീയത പറഞ്ഞവർ, അങ്ങനെ വോട്ട് പിടിച്ചവർ, ഇവരെല്ലാവരും മനസ്സിലാക്കണം ആ കാലാവസ്ഥ മാറി തുടങ്ങിയിരിക്കുന്നു. സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കൊടുത്തു. സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇപ്പൊ നമ്മളതിനൊരു വികാരമുണ്ട്. എന്നെ ഒരുത്തം കളിപ്പിച്ചു, അവൻ പറഞ്ഞ ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചു, അവൻ പറയുന്ന കേട്ടോണ്ട്. യവൻ പറഞ്ഞ കള്ളമെന്ന് പറഞ്ഞാൽ അവനായിരിക്കും പിന്നെ എന്റെ മേലെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുത
അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF-നോടും BJP-യോടും കേരളത്തിലെ ജനങ്ങൾ കാണിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളെ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ്. ഈ സംസ്ഥാന സർക്കാരിനെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി കേരളത്തിന് നൽകേണ്ട പദ്ധതികൾ നൽകാതെ കേരളത്തിനെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന സർക്കാരിനെ നമുക്കെന്ത് സർക്കാർ ജനാധിപത്യമാണ്, ഒരാളുടേതല്ല, ഇതൊരു കൂട്ടായ്മയുടേതാണ്. ഒരു സർക്കാർ എന്ന് പറയുന്ന ജനങ്ങളുടേതാണ്, ജനാധിപത്യമാണ്. ആ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ഈ സമരം അനേക സമരങ്ങളിൽ ഏറ്റവും അവസാനത്തെ സമരമല്ല. ഇനിയും സമരങ്ങൾ ഉണ്ടാകും. നമ്മൾ നടന്ന ഈ സമരം വിജയിപ്പിക്കാൻ സഹകരിച്ച എല്ലാ സഖാക്കളും എല്ലാ സുഹൃത്തുക്കളെയും സഹോദരി സഹോദരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കരുത്തുറ്റ മുന്നേറ്റം നടത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ സമരവും ശക്തമായ നിലപാടുകളും എടുത്ത് മുന്നോട്ട് പോകും. ഈ രാജ്യത്ത് SIR നടത്തിയപ്പോൾ പ്രതിഷേധിച്ചതും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി, നോട്ട് നിരോധിച്ചപ്പോൾ പ്രതിഷേധിച്ച ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി, മനുഷ്യ മതിൽ തീർത്തു. അതുപോലെ പൗരത്വ നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ന്യൂനപക്ഷ വിഭാഗത്തിലിട്ട പൗരന്മാരെ ഈ നാടിന്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തതും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി മാത്രം എന്ന അഭിമാനത്തോടെ പറയാം. വേറെ ആരും സമരത്തിനാരും കണ്ടില്ല. ഡൽഹിയിൽ ആ സമരം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് ശക്തി ഉണ്ടെന്ന് പറഞ്ഞ കർണാടകത്തിൽ ആ സമരം ഉണ്ടായില്ല. മമതാ ബാനർജി പോലും സമരം ചെയ്തില്ല. ആകെ അതിനെതിരെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി മാത്രം. അതുകൊണ്ട് ഈ വർഗീയ ശക്തികളെ നേരിടാൻ കരുത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യം വേണിക്ക് കരുത്തു പകർന്നു ഈ സമര പോരാട്ടങ്ങളിൽ അണിനിരക്കണം എന്ന് എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പരിപാടികൾ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.